ഓം ശാന്തി. 6/7/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബയുടെ ഓർമ്മയിലൂടെ ബുദ്ധി സ്വച്ഛമാകുന്നു, ദിവ്യഗുണങ്ങൾ വരുന്നു. ഇതിനാൽ ഏകാന്തതയിലിരുന്ന് സ്വയം തന്നോട് ചോദിക്കൂ, ദേവീ ഗുണങ്ങൾ എത്ര വന്നിട്ടുണ്ട്? എത്ര ദിവ്യഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞ വ്യക്തിയാണോ അത്രയും ബാബയുടെ ഓർമ്മ നന്നായി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിനാൽ ഏകാന്തതയിലിരുന്ന് സ്വയം നമ്മോട് തന്നെ നാം ചോദിക്കണം, ദിവ്യഗുണങ്ങൾ നമ്മളിൽ എത്രത്തോളം ഉണ്ട്? നമ്മുടെ ബുദ്ധി എത്ര സ്വച്ഛമായിട്ടുണ്ട്? എത്ര ബുദ്ധി സ്വച്ഛമാകുന്നുവോ അത്രയും ജ്ഞാനം കൊണ്ട് നിറയും. എത്ര ജ്ഞാനം നന്നായി മനസ്സിലാകുന്നുവോ അത്രയും ദിവ്യഗുണങ്ങൾ ധാരണ ചെയ്യുന്നത് സഹജമാകും. അതിനാൽ സ്വയം ചെക്ക് ചെയ്യൂ, ദിവ്യഗുണങ്ങൾ എത്ര വന്നിട്ടുണ്ട്? ചോദ്യം: ഏറ്റവും വലിയ ആസുരീയ അവഗുണം ഏതാണ്? അത് കുട്ടികളിൽ ഉണ്ടായിരിക്കരുത്. ഉത്തരം: ഏറ്റവും വലിയ ആസുരീയ അവഗുണമാണ് ആരോടെങ്കിലും കടുത്ത രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ കടുത്ത വാക്കുകൾ പറയുക. ഇതിനെ തന്നെയാണ് ഭൂതം എന്ന് പറയുന്നത്. ആരിലെങ്കിലും ഈ ഭൂതം പ്രവേശിക്കുന്നുവെങ്കിൽ വളരെ നഷ്ടം ഉണ്ടാക്കുന്നു. ഇതിനാൽ അവരിൽ നിന്ന് ദൂരെ മാറി പോകണം. എത്ര സാധിക്കുന്നുവോ അഭ്യസിക്കണം, തിരിച്ചു വീട്ടിലേക്ക് പോകണം, പിന്നെ പുതിയ രാജധാനിയിലേക്ക് വരണം. ഈ ലോകത്തിൽ എല്ലാം കണ്ടുകൊണ്ടും ഒന്നും കാണപ്പെടരുത്. ബാബ പറയുന്നു, ആരോടെങ്കിലും കടുവാക്ക് പറയുക, അല്ലെങ്കിൽ കടുത്ത ഭാഷ ഉപയോഗിക്കുക, ഇത് വളരെ വലിയൊരു ഭൂതമാണ്, വളരെ വലിയ അവഗുണമാണ്. ഈ അവഗുണം ആരിലാണോ ഉള്ളത് അവർ ധാരാളം നഷ്ടം ഉണ്ടാക്കുന്നു. സ്വയം അവരുടെയും ഭാഗ്യം നഷ്ടപ്പെടുത്തുന്നു, മറ്റുള്ളവരുടെയും ഭാഗ്യത്തിൽ കരട് വീഴ്ത്തുന്നു. ആരാണോ ഇങ്ങനെ ഭൂതത്തിന് വശീഭൂതരായിട്ടുള്ളത് അവരിൽ നിന്നും നാം ഒഴിഞ്ഞു മാറണം. ഇല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ട് നമ്മളുടെ സ്ഥിതിയും മോശമാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കടുത്ത വാക്കുകൾ സംസാരിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ദുഃഖം പൂർണ്ണമായി മാറിയിട്ടില്ല. പഴയ കാര്യങ്ങൾ, മുൻപ് നടന്ന സംഭവങ്ങൾ, ഇവയെല്ലാം ഓർമ്മിച്ചോർമ്മിച്ച് ദുഃഖം കൂട്ടിക്കൂട്ടി വയ്ക്കുന്നു. ഈ ദുഃഖം ഉള്ളത് കാരണം അതേതെങ്കിലും തരത്തിൽ പുറത്തേക്ക് വരുന്നു. ബാബ ഓർമ്മിപ്പിക്കാറുണ്ട്, ബാബ സുഖം തരുന്നവനും ദുഃഖം ഹരിക്കുന്നവനുമാണ്. നമ്മൾ ഓരോ ബ്രാഹ്മണ കുട്ടികളുടെയും ഉത്തരവാദിത്വമാണ് നമ്മളുടെ ഉള്ളിൽ ഒരു തരി പോലും ദുഃഖം ഉണ്ടായിരിക്കരുത്. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, എത്ര സാധിക്കുമോ ഓർക്കണം, നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ടതാണ്. അതിനുശേഷം സത്യയുഗത്തിലേക്ക് വരേണ്ടതുമാണ്. തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതിന് നാം പവിത്രമാകണം. സത്യയുഗത്തിലേക്ക് വരുന്നതിന് നാം യോഗ്യരുമാകണം. അതിനാൽ ഈ ലോകത്തിൽ എന്തെല്ലാം കാണപ്പെടുന്നുവോ അവയെല്ലാം കണ്ടുകൊണ്ടും അവയുടെ പ്രഭാവം നമ്മളിൽ വരരുത്. അതായത് കണ്ടുകൊണ്ടും കാണാതിരിക്കണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. നടക്കുമ്പോഴും തിരിയുമ്പോഴും ഒരു ബാബയുടെ തന്നെ ഓർമ്മയുണ്ടായിരിക്കണം. മറ്റൊന്നും കണ്ടുകൊണ്ടും കാണപ്പെടരുത്. ഇത് അഭ്യസിക്കണം. ഏകാന്തതയിൽ തൻ്റെ ചെക്ക് ചെയ്യണം, നമ്മളിൽ ദേവീ ഗുണങ്ങൾ എത്ര വരെ വന്നിട്ടുണ്ട്. 2. ഒരു കർത്തവ്യവും ബാബയെ നിന്ദിക്കുന്ന തരത്തിൽ ഉണ്ടാകരുത്. ദേവീ ഗുണങ്ങൾ ധാരണ ചെയ്യണം, ബുദ്ധിയിലുണ്ടായിരിക്കണം. തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോകണം, പിന്നെ തൻ്റെ രാജധാനിയിൽ വരണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുകയാണ്, ഒരു ബാബയെ കൂടാതെ മറ്റൊന്നിനെയും കാണരുത്, മറ്റൊന്നിനെയും ഓർമ്മിക്കുകയും അരുത്. ഇത് നാം ശീലിക്കണം. ഒറ്റയ്ക്കിരുന്ന്
ചെക്ക് ചെയ്യണം നമ്മളുടെ ഉള്ളിൽ എത്ര ദൈവീ ഗുണങ്ങൾ എത്തിയിട്ടുണ്ട്, ഇനി എത്ര വരാനുണ്ട്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയ്ക്ക് നിന്ന് വരുന്ന തരത്തിലുള്ള ഒരു കർത്തവ്യവും നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. ദൈവീ ഗുണങ്ങൾ ഇതിനായി ധാരണ ചെയ്യണം. സദാ ബുദ്ധിയിലുണ്ടായിരിക്കണം. തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകണം, പിന്നെ നമ്മുടെ രാജധാനിയിലേക്കും വരണം. ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നമ്മൾക്ക് എത്താനുള്ള ലക്ഷ്യം. ഈ ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ നമ്മളുടെ ശ്രദ്ധ വഴിയോര കാഴ്ചകളിൽ പോകില്ല. വരദാനം: സേവനത്തിൽ ശുഭഭാവനയുടെ അഡീഷനിലൂടെ ശക്തിശാലിയായ ഫലം പ്രാപ്തമാക്കുന്ന സഫലതാമൂർത്തരായി ഭവിക്കട്ടെ. എന്ത് സേവനമുണ്ടെങ്കിലും അതിൽ സർവ്വാത്മാക്കളുടെയും സഹയോഗത്തിൻ്റെ ഭാവന വേണം. സന്തോഷത്തിൻ്റെ ഭാവനയും, അതായത് സദ്ഭാവനയും ഉണ്ടാകണം. എങ്കിൽ ഓരോ കാര്യവും സഹജമായി സഫലമാകും. ഏതുപോലെ ആദ്യകാലങ്ങളിൽ എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണ് എങ്കിൽ മുഴുവൻ പരിവാരത്തിൻ്റെയും ആശീർവാദം എടുത്തു പോകുമായിരുന്നു. അപ്പോൾ വർത്തമാന സമയത്ത് ഈ ഒരു അഡീഷൻ വേണം. ഏത് കാര്യം തുടങ്ങുന്നതിന് മുൻപും എല്ലാവരുടെയും ശുഭഭാവനകൾ, ശുഭകാമനകൾ എടുക്കൂ. സർവരുടെയും സന്തുഷ്ടതയുടെ ബലം നിറയ്ക്കൂ. എങ്കിൽ ശക്തിശാലി ഫലം വരും. യജ്ഞത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും വിശേഷ കാര്യത്തിന് പോവുകയാണെങ്കിൽ എല്ലാ പരിവാരവും ഒന്നിച്ചുകൂടി അവർക്ക് ശുഭഭാവന, ശുഭകാമന നൽകി അവരെ ആശംസകളോടെ പറഞ്ഞയക്കുമായിരുന്നു. ഇതിലൂടെ അവർക്ക് സഹജമായും സഫലത പ്രാപ്തമായിരുന്നു. കാരണം മുഴുവൻ ബ്രാഹ്മണാത്മാക്കളുടെയും ശുഭഭാവന ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യമാണ് ഇനിയുള്ള സേവനങ്ങളിലും നാം യോജിപ്പിക്കേണ്ടത്, കൂട്ടേണ്ടത്. എല്ലാ ആത്മാക്കളുടെയും സഹയോഗത്തിൻ്റെ ഭാവന വേണം. സന്തോഷത്തിൻ്റെ ഭാവന, അതായത് ശുഭഭാവന എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എങ്കിൽ എല്ലാ കാര്യവും സഹജമായി സഫലമാകും. എല്ലാവരുടെയും സന്തുഷ്ടതയുടെ ബലം നിറയ്ക്കുന്നതിലൂടെ ശക്തിശാലിയായ ഫലം പ്രാപ്തമാകുകയും ചെയ്യും. സ്ലോഗൻ: ഏതുപോലെ ബാബ ജി ഹാസിർ, അതായത് ഉവ് ഇവിടെയുണ്ട് എന്ന് പറയുന്നുവോ അതുപോലെ താങ്കളും സേവനത്തിൽ ജി ഹാജിർ, ജി ഹസൂർ, ഇവിടെയുണ്ട്, ചെയ്യാം എന്ന് പറയൂ. എങ്കിൽ പുണ്യം ശേഖരിക്കപ്പെടും. കുട്ടികളെ ഒന്ന് ഓർമ്മിച്ചാൽ തന്നെ ബാബ അവിടെ എത്തുന്നു. ജി ഹാസിർ, അതായത് ഞാനിവിടെയുണ്ട് എന്ന് നമ്മൾക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ എന്ത് സേവനമായാലും അതിൽ നമ്മൾ ബ്രാഹ്മണ കുട്ടികളും ജി ഹാസിർ, ജി ഹുസൂർ, അതായത് തീർച്ചയായും ചെയ്യാം, ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ ധാരാളം പുണ്യം ശേഖരിക്കപ്പെടുന്നു. ഓം ശാന്തി.